മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു ഡോക്ടറെ പരോക്ഷമായി വിമർശിച്ചാൽ എന്താണ് കുഴപ്പം? അല്ല, മുഖ്യമന്ത്രിക്ക് അത് പറയാനുള്ള അധികാരമില്ലേ? മുഖ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയോ അയാൾ ചെയ്തത് തെമ്മാടിത്തമായി പോയെന്നോ ഒന്നും പറഞ്ഞില്ല. എന്താണ്? കറകളഞ്ഞ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അഴിമതി തൊട്ടു തീണ്ടാത്ത ആൾ, പിന്നെന്താണ് തെറ്റായ ഒരാളല്ല ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അർപ്പണബോധമുള്ള ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പ്രകീർത്തിച്ച ശേഷമാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി, അതായത് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിപക്ഷം സർക്കാരിന് താറടിക്കാൻ ഇരിക്കുന്ന ആളുകളെടുത്ത് ആയുധമാക്കും. അപ്പോൾ കുറച്ചുകൂടി അവധാനത അക്കാര്യത്തിൽ വേണമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഹേ എന്ന് ചോദിച്ചുകൂടി? മുഖ്യമന്ത്രിക്ക് അത് പറയാനുള്ള അവകാശമില്ലേ? എന്താണ് ഹാരിസ് ചിറക്കൽ പറഞ്ഞത്? ഹാരിസ് ചിറക്കൽ പറഞ്ഞത് ഇതെൻ്റെ പ്രൊഫഷണൽ സൂയിസൈഡാണ്, ഇത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്, എൻ്റെ പ്രൊഫഷണലി ഞാൻ എൻ്റെ ഡോക്ടർ എന്ന ജീവിതം അവസാനിപ്പിച്ചതിന് തുല്യമാണ്, എനിക്കറിയാം നടപടി ഉറപ്പാണ്, നടപടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ 23 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി, എൻ്റെ മകൻ്റെ അതേ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയോട് തൻ്റെ ഓപ്പറേഷൻ ഇന്നും മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരുന്ന ദയനീയതയിൽ ചങ്കുപൊട്ടി ചിലത് എഴുതിപ്പോയതാണ്, എഴുതാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു കാരണവശാലും എന്താ അടിവരയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആരോഗ്യ വകുപ്പിനെയോ ആരോഗ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ മന്ത്രിസഭയെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആദ്യം മുതൽ പറഞ്ഞത് ബ്യൂറോക്രസി ചുവപ്പ് നാടയിൽ കുടുങ്ങിയിരിക്കുന്നു, ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും ജീവിതവുമാണ് ഈ ചുവപ്പ് നാടയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഹാരിസ് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഒരു വർഷവും ഒരു മാസവും ഒക്കെ ഫയലിൽ കുടുങ്ങിയിരുന്ന തീർപ്പുകൾ എന്തുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഹൈദരാബാദിലെത്തി സാധനങ്ങൾ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നു. അതൊരു വലിയ ചോദ്യമല്ലേ? ആശുപത്രി വികസന സമിതിയും കോളേജ് സൂപ്രണ്ടുമൊക്കെ എന്താണ് ചെയ്തത്? അവർ ഇതിൻ്റെ പുറത്ത് അടയിരിക്കുകയായിരുന്നു. അവരിതിൻ്റെ പുറത്ത് അടയിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, കൃത്യമായി പർച്ചേസ് ചെയ്യുന്നില്ല, ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നില്ല. മന്ത്രി തന്നെ പറയുന്നു, മന്ത്രി വീണ ജോർജ് പറയുകയില്ലേ, ഇത് ചെയ്യാൻ പറഞ്ഞിരുന്നു, ചെയ്തു കൊടുക്കാൻ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? അപ്പോൾ മുഖ്യമന്ത്രിയും ചോദിക്കുന്നത് അത് തന്നെയല്ലേ? ഇങ്ങനെ ഒരാൾക്ക് പറയാനുള്ള സാഹചര്യം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി? അദ്ദേഹം പറയുമ്പോൾ ഇങ്ങനെ കറകളഞ്ഞ ഒരു ഡോക്ടർ, ജനകീയനായ ഒരു ഡോക്ടർ, 100% അർപ്പണബോധത്തോടു കൂടി പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥ എന്താണ്? അങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായും അത് മുതലെടുക്കും. എന്നിട്ട് ഹാരിസ് ചിറക്കൽ പറയുന്നുണ്ട്, ഇങ്ങനെ ദൈവത്തെ ഓർത്ത് ആശുപത്രിയുടെ പ്രവർത്തനത്തെയോ രോഗികളുടെ അവസ്ഥ അല്ലെങ്കിൽ രോഗികൾക്ക് ലഭ്യമാകേണ്ട ചികിത്സയോ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പ്രതിഷേധങ്ങൾ പോകരുത്, അത് തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും, താൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ആരെങ്കിലുമൊക്കെ ഇത് പറയേണ്ടതാണ്, പറയുമെന്ന് കരുതിയിരുന്നു, പക്ഷേ ആരും പറഞ്ഞില്ല. താൻ പറയാൻ നിർബന്ധിതനായി. ഇടതുപക്ഷ അനുഭാവിയാണ് ഞാൻ, മുഖ്യമന്ത്രി എൻ്റെ ഗുരുനാഥനാണ്, അദ്ദേഹം എന്ത് ശിക്ഷ നടപടി സ്വീകരിച്ചാലും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. 56 വയസ്സായി. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, ഈ ഫേസ്ബുക്കിൻ്റെ അദ്ദേഹം എഴുതിയ പോസ്റ്റിൽ അവസാനം അദ്ദേഹം കുറിച്ചിരുന്നു, 3.5 ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് എനിക്ക് പ്രതിമാസം ശമ്പളം തരുന്നുണ്ട്, ഈ ശമ്പളം വാങ്ങുന്നതിന് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരാളും അങ്ങനെ ശമ്പളം, ഇത്ര ഭീമമായ ശമ്പളമുണ്ട് എന്ന് വിളിച്ചു പറയാറില്ല, ഒരാളും വിളിച്ചു പറയില്ല. ഒരാളും 3.5 ലക്ഷം രൂപ എനിക്ക് ശമ്പളമുണ്ടെന്ന് ഒരു ഡോക്ടർമാരും വിളിച്ചു പറയില്ല. അല്ലെങ്കിൽ ഈ ഡോക്ടർമാരെ വെല്ലുവിളിക്കുകയാണ്, ആരെങ്കിലും ഇങ്ങനെ പറയുമോ എനിക്ക് ഇത്ര രൂപ ശമ്പളമുണ്ടെന്ന്? ആരും പറയില്ല. കാരണം ഇദ്ദേഹം അത് തുറന്ന് പറയുന്നു, ഇത്രയും രൂപ ഞാൻ ശമ്പളം വാങ്ങുന്നുണ്ട്, എന്നിട്ട് എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി സേവനം കൊടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇദ്ദേഹം പ്രതീക്ഷിച്ചു വിമർശനമുണ്ടാകും, ആളുകൾ എതിർക്കും. പക്ഷെ ഒരു മനുഷ്യൻ പോലും, ഇടത് സഹയാത്രികരോ CPM നേതാക്കൾ പോലും ആ പോസ്റ്റിനെ എതിർത്തില്ല. പോസ്റ്റ് പിന്നെ അദ്ദേഹം സ്വമേധയാ പിൻവലിച്ചു. ആ പോസ്റ്റിനെ എതിർത്ത് പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞത് വാസ്തവം. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് നടപടി ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, ചില മാധ്യമങ്ങൾ കരുതിക്കൂട്ടി, അല്ലെങ്കിൽ പ്രതിപക്ഷം ഒന്നടങ്കം കരുതിക്കൂട്ടിയിരിക്കുകയാണ്, സർക്കാരിനെ താറടിച്ച് കാണിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അദ്ദേഹം ഹാരിസ് ചിറക്കൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ അടിവരയിട്ട് പറയുകയാണ്. ഇങ്ങനൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ചില കുറവുകൾ ഉണ്ടാകാം, ആ കുറവുകൾ നികത്തി മുന്നോട്ട് പോകണം. രോഗികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഒരു മുഖ്യമന്ത്രി അല്ലാതെ ആരാണ് പറയേണ്ടത്? ആരോഗ്യമന്ത്രി പറയുന്നത് ആരും കേൾക്കുന്നില്ല. ആരോഗ്യമന്ത്രി പിന്നെ കുറേ കാർഡടിച്ച് വെടിവെക്കുന്ന ശീലമുണ്ട്. അവർ കുറേ റിപ്പോർട്ടുകൾ തേടി, റിപ്പോർട്ടുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും മന്ത്രിക്ക് ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലും റിപ്പോർട്ടുകളെക്കുറിച്ച് കൈമലർത്തി കാണിക്കാൻ മാത്രമേ മന്ത്രിക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിയും ആ റിപ്പോർട്ടുകളിൽ മേൽ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ഒരു എക്സിക്യൂട്ടീവ് ചുമതലയുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് ചെയ്യുമ്പോൾ അത്
അത് നടപ്പിലാകുന്നുണ്ടോ എന്നൊരു അന്വേഷണം നടത്താൻ മന്ത്രി തലത്തിലും ഒരു അന്വേഷണം ആവശ്യമായിരുന്നു. അത് ആ കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മുഖ്യമന്ത്രി വിമർശിച്ചു, മുഖ്യമന്ത്രി പരോക്ഷമായി കടന്നാക്രമിച്ചു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ബ്ലണ്ടറാണ്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒട്ട് പറഞ്ഞെങ്കിൽ തന്നെ അത് പറയാൻ അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതിനെ പ്രതിപക്ഷമായുധമാക്കും. കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൽ ലോകമാകമാനമുള്ള രാജ്യങ്ങൾ, മിക്കവാറും രാജ്യങ്ങൾ അംഗീകരിച്ചതാണ് കേരളത്തിൻ്റെ മോഡൽ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ മികവ്. ആ മികവിനെ തകർക്കാൻ ആരെങ്കിലും ഇത്തരം ആരോപണങ്ങളെ എടുത്ത് ആയുധമാക്കിയാൽ അത് നിസ്സംശയം പറയാം അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് തെറ്റായിപ്പോയി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം. അതിനെ വളച്ചൊടിച്ച് ഹാരിസിന് ഇങ്ങനെ തുറന്നു പറഞ്ഞ ഡോക്ടറെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചു എന്നൊക്കെ വ്യാഖ്യാനിച്ച് വാർത്തയടിക്കുന്നത് വളരെ ബോറൻ ഏർപ്പാടാണ്.